പ്രേംലല്ലേട്ടാ, ട്രംപ് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യം, വീണ്ടും ട്രംപ് പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് ഞാനാണ്. ഇത് രണ്ടിലും എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല സത്യം. എന്റെ ട്രോൾ ചെയ്താണ് കാര്യം. ഇത് രണ്ടിലും അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് സംഗതി. അപ്പൊ പോണില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ട്രംപ് വരുന്നുണ്ട്. അവര് മാപ്പും പറഞ്ഞല്ലോ. പറഞ്ഞു അതായത് ഈ അസീം മുനീർ പാകിസ്ഥാനിലേക്ക് വന്നായിരുന്നല്ലോ, ക്ഷമിക്കണം, അമേരിക്കയിലേക്ക് വന്നിരുന്നല്ലോ. അപ്പോൾ അസീം മുനീർ വന്ന് ചർച്ചയൊക്കെ നടത്തി കാര്യങ്ങൾ കൈകൊടുത്ത് പിരിഞ്ഞപ്പം വലിയ രീതിയിലൊരു വാർത്ത വന്നു. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഉള്ളപ്പോൾ എന്തിനാണ് ഒരു സൈനിക മേധാവിയെ വിളിച്ച് ട്രംപ് വിരുന്നു കൊടുക്കുന്നത്? അപ്പോൾ അവിടെ ഒരു ഭരണ നേതൃത്വം അവരെ അപമാനിക്കപ്പെട്ടില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്തരത്തിലൊരു നയതന്ത്രം അത് ഭാവി കാലത്ത് അത് ഗുണം ചെയ്യുമോ? വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നു. ട്രംപ് വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. കാര്യം അങ്ങനെ ഒരു രാഷ്ട്രത്തലവനും ചെയ്യുന്നൊരു ഏർപ്പാടല്ല. അവിടെ ഒരു ഭരണ നേതൃത്വം ഉണ്ടായിരിക്കെ അവരെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് അവരുടെ സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി അയാളുമായി ചർച്ച നടത്തുക, അയാൾക്ക് വിരുന്ന് കൊടുക്കുക, ഇത്തരം കലാപരിപാടികൾ നടത്തുക. സാധാരണഗതിയിൽ ഒരു അത്യാവശ്യം ബുദ്ധിയുള്ള ബോധമുള്ള ഒരു ഭരണ നേതാവും ചെയ്യില്ല. പക്ഷെ ട്രംപ് അത് ചെയ്തു. അപ്പോൾ തൊട്ട് പിന്നാലെ മറ്റൊരു വാർത്ത വന്നു. ഇതുകൊണ്ട് നിൽക്കുന്നില്ല, ട്രംപ് പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാനിൽ പോയിട്ട്, അതായത് 2006 ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇതിനു മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത്. അപ്പോൾ അതിനുശേഷം ചരിത്രപരമായ ഒരു ദൗത്യം ട്രംപ് നിർവഹിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു ഉണ്ടത്രേ വാർത്ത വന്നു. ഉണ്ടത്രേ വാർത്ത. ആ ഉണ്ടത്രേ വാർത്ത എടുത്ത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ വെച്ചങ്ങലക്കി. പറയുകയാണെങ്കിൽ അവിടുത്തെ ജിയോ ന്യൂസ്, ARY ഇതൊക്കെ അവിടുത്തെ പാകിസ്ഥാനിലെ ഒന്നാന്തര മാധ്യമങ്ങളാണ്. അവര് ട്രംപിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, പിന്നെ എന്താ പറയുക, റൂട്ട് മാപ്പ് സഹിതം പ്രസിദ്ധീകരിച്ചു. അതായത് ട്രംപ് ഇസ്ലാമാബാദിൽ വന്നിറങ്ങുന്നു. അപ്പോൾ അതിനുശേഷം അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അല്ല പറയട്ടെ, കഥ പറഞ്ഞു തീരട്ടെ, ഇടക്ക് കയറാം. അപ്പോൾ ഈ ഷഹബാസ് ഷെരീഫുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അതിനുശേഷം പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം നേരെ പോകുന്ന ഇന്ത്യയിലേക്കാണ്. ട്രംപ് ഇതൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പടച്ചു വിട്ടത്. അപ്പോൾ പിന്നീട് പാകിസ്ഥാൻ്റെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്ത അവർ തന്നെ സ്ഥിരീകരണം നടത്തി. അങ്ങനെ ഒരു ട്രംപിൻ്റെ സന്ദർശനം സംബന്ധിച്ച് ഞങ്ങൾക്ക് വിവരമൊന്നുമില്ല. വൈറ്റ് ഹൗസും ആ വാർത്ത നിഷേധിച്ചു. തൽക്കാലം ഞങ്ങൾക്ക് പാകിസ്ഥാൻ സന്ദർശനത്തിന് പ്ലാനുകളൊന്നും ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ നല്ല 8ന്റെ ചമ്മലി ചമ്മി. അവർ തൊട്ടടുത്ത ദിവസം ഒരു ഖേദപ്രകടനം നടത്തി. ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു, അതിൽ വാസ്തവമില്ലെന്ന് ഇപ്പോൾ ബോധ്യമായി, ഞങ്ങളോട് ക്ഷമിക്കണം, മാപ്പ്. ഇങ്ങനെ അവർ രണ്ടാമത് ക്ഷമാപണം നടത്തി. ഇതുകൊണ്ടും തീർന്നില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പാകിസ്ഥാൻ സന്ദർശനം വേണ്ടെന്ന് വെച്ചതേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ വൈറ്റ് ഹൗസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് വീണ്ടും പ്രശ്നമാകുന്നത്. കാര്യം അസീം മുനീർ വന്ന് ചർച്ച നടത്തിപ്പോയി. എന്തിനു പോയി? അതായത് പാകിസ്ഥാന് കുറേ ആയുധങ്ങൾ വേണം, പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വേണം, അമേരിക്കയുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വേണം, കുറച്ച് കാശ് വേണം. പാകിസ്ഥാന് വേണമെങ്കിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കൊടുക്കാമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഇത് പ്രാഥമിക റൗണ്ട് ചർച്ചയാണ് നടന്നത്. അപ്പോൾ ഇതൊന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ്റെ നയതന്ത്ര പ്രതിനിധി സംഘം അമേരിക്കയിലോട്ട് വരികയാണ്. അപ്പോൾ അവരും അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും, ചർച്ച ചെയ്യും, വിവിധ മേഖലകളിൽ ഒരു ധാരണയാക്കും എന്നൊക്കെയുള്ളതാണ് പറയും. അപ്പോൾ അമേരിക്ക ഇവിടെ ഇപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. അവർ ഒരേ സമയം ഇന്ത്യയോട് വലിയ ഒരു മതിപ്പും ഇന്ത്യയോട് വലിയൊരു സ്നേഹവും സൗഹാർദ്ദമൊക്കെ കാണിക്കുമ്പോൾ തന്നെയും പാകിസ്ഥാനെ നൈസായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ലോകബാങ്ക് സഹായം പോലും അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് പാകിസ്ഥാന് കിട്ടിയത്. ഇത്തരത്തിൽ ഒരു സംഗതികളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഗതി കൂടി ഉണ്ടായി. ഐക്യരാഷ്ട്രസഭയിൽ UN രക്ഷാ കൗൺസിലിൽ വിവിധ രാഷ്ട്രങ്ങൾ തമ്മിൽ അവരുടെ, അതായത് ലോക സമാധാനം സംബന്ധിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ സംഗതി, ഈ ലോക സമാധാനം സംബന്ധിച്ചുള്ള ചർച്ചയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഇപ്പോൾ പാകിസ്ഥാനാണ്.
അതായത് 15 അംഗ രാജ്യങ്ങളാണ് ഈ രക്ഷാസമിതിയിലുള്ളത്. പാകിസ്ഥാൻ അവിടെ അനൗദ്യോഗിക അല്ലെങ്കിൽ ഒരു ക്ഷണിതാവ്, സ്ഥിരം അംഗമല്ല, ഒരു ക്ഷണിതാവായിട്ട് വന്നിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഈ മാസം പാകിസ്ഥാനാണ് ചെയർ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവരുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് അമേരിക്കൻ അംബാസിഡർ ഡെറോത്തി ഷീ എന്നാണ് അവരുടെ പേര്. ഇവർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇസ്രയേൽ, കോങ്കോ, റവാണ്ട ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിച്ചത് അമേരിക്കയാണ്. അവിടെ വീണ്ടും ചോദ്യം ഉയരുകയാണ്. അതായത് ഇന്ത്യ നിരന്തരമായി നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഒരു മധ്യസ്ഥനില്ല. എന്നിട്ടും ട്രംപും അമേരിക്കയും ഒരു നാണവും ഇല്ലാണ്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ആ സംഘർഷം ഇല്ലാണ്ടാക്കിയത്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇല്ലാണ്ടാക്കിയത് ഞങ്ങളാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ചുകൂടി കടത്തിയാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വ്യാപാര കരാർ വെച്ചുകൊണ്ടൊരു വിലപേശലാണ് നടത്തിയത്. നിങ്ങൾക്ക് യുദ്ധം വേണോ അതോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം വേണോ? ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും, അതായത് 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ റദ്ദാക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 രാജ്യങ്ങളും ആ ഭീഷണിക്ക് വഴങ്ങി യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ, പോരാത്തതിന് നരേന്ദ്രമോദി നേരിട്ട് ട്രംപിനെ ഫോണിൽ വിളിച്ചും ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രം പരിഹരിക്കേണ്ട വിഷയമാണ്. അവിടെ ഒരു മധ്യസ്ഥൻ്റെ റോളില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇല്ലാണ്ടായത് സൈനിക നേതൃത്വങ്ങൾ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു വെടിനിർത്തലിന് സമ്മതിക്കണം. അങ്ങനെ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ നിരന്തരമായി ട്രംപ് പല വേദികളിലും ആവർത്തിക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി മാറിയിട്ട് UN രക്ഷാസമിതിയിൽ ലോക സമാധാനം സംബന്ധിച്ചുള്ള വേദിയിൽ അത് വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. എന്തായിരിക്കും ട്രംപ് വീണ്ടും ഇങ്ങനെ വെറുതെ അത് പ്രസക്തമായ ചോദ്യമാണ്. അതായത് ഈ അസീം മുനീറിനെ എന്തിനാണ് അമേരിക്കയിലോട്ട് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് പല കോണുകളിൽ നിന്നും ചർച്ചകൾ വന്നു, വാദപ്രതിവാദങ്ങൾ വന്നു. അത് അസീം മുനീർ പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. കാര്യം ഈ ട്രംപിനൊരു നോബൽ സമ്മാന കൊതിയുണ്ട്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. അസീം മുനീർ അവിടെ ചെന്നുടനെ എഴുതി വെച്ചും ഈ ചങ്ങാതി നമ്മുടെ ചങ്ങാതിയാണ്, വേണ്ടത് ചെയ്യൂ. അതായത് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് അസീം മുനീർ അങ്ങോട്ട് ശുപാർശ കത്തയക്കുകയാണ്. അപ്പം ട്രംപ് ഈ നാണം കെട്ടും അല്ലെങ്കിൽ നട്ടല് വളഞ്ഞും ഇങ്ങനെ ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ 79 വയസ്സായി. മരിക്കുന്നതിന് മുൻപ് ഒരു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വേദികളിലും ചെന്ന് ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രസകരമായ സംഗതി, ഈ സംഘർഷങ്ങളുടെയൊക്കെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്നതും അമേരിക്ക തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇല്ലാതാക്കിയത് അമേരിക്കയാണെന്ന് പറയുന്നു. ഇസ്രായേലിന് കൊട്ടേഷൻ കൊടുത്തത് അമേരിക്കയാണ്. അവിടെ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങൾ അമേരിക്കയുടേതാണ്. ഇറാനിൽ കൊണ്ട് ബോംബിട്ടത് അമേരിക്കയാണ്. അതേപോലെ റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്നുണ്ട്. അവിടെ ഉക്രൈന് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്കയാണ്. എന്നിട്ട് സമാധാനത്തിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കും. ഇടയ്ക്ക് പുട്ടിനെ വിളിച്ച് വളരെ സൗഹൃദത്തിൽ ട്രംപ് സംസാരിക്കും. പക്ഷേ ഇപ്പുറത്ത് വശത്തുകൂടി ഉക്രൈന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ കൊടുക്കുന്ന മെയിൻ ആൾക്കാരിൽ ഒന്ന് ചൈനയും മറ്റൊന്ന് അമേരിക്കയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഞങ്ങളാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെന്ന് അവകാശപ്പെടുന്നു. ട്രംപിന് ഒതുക്കത്തിൽ അതിൽ നിന്നൊരു നോബൽ സമ്മാനവും വേണം. അപ്പോൾ ഈ ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്താണ് ട്രംപ് ഇങ്ങനെ നിരന്തരം അവകാശവാദങ്ങളുമായിട്ട് വരുന്നത്.